മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ട പഞ്ചായത്ത് തല ശില്പശാല പായം പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കുന്നതിന് ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ സമ്പൂർണ്ണ സുസ്ഥിരത, മനോഭാവമാറ്റം എന്നീ സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും നടക്കുന്ന ശില്പശാല പായം പഞ്ചായത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി പ്രമീള അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി, മെമ്പർമാരായ ഷൈജൻ ജേക്കബ്, ബിജു കോങ്ങാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ക്ഷേമ ഓഫീസർ ശുഭ കെ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജി സന്തോഷ്, വി യു ബിനീഷ് വർഗീസ്, ശുചിത്വ മിഷൻ ആർ പി സജിത, സ്മിത രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഹരിതകർമ്മസേന ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാവർക്കർമാർ, അധ്യാപകർ, ഗ്രീൻ പോലീസ് കേഡറ്റ് ചുമതലക്കാർ, കുടുംബശ്രീ ഭാരവാഹികൾ, ഹരിത കേരള മിഷൻ പ്രതിനിധികൾ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവർ 6 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച നടത്തി. ഗ്രൂപ്പ് ചർച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നേതൃത്വം നൽകി. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ ഗ്രൂപ്പ് ചുമതലക്കാർ റിപ്പോർട്ട് ചെയ്തു. നിലവിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണെന്ന് വൈസ് പ്രസിഡന്റ് ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള നിലവിലുള്ള നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിലുള്ള പദ്ധതികൾ എങ്ങനെ എന്ന് സംബന്ധിച്ച് ചുരുങ്ങിയ നിലയിൽ ഇവിടെ ആളുകളോട് വിശദീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് തലത്തിലുള്ള ചർച്ചയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, വ്യാപാരികളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരുണ്ട്, ആശാവർക്കർമാരുണ്ട്, സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ള ആളുകളുണ്ട്, അധ്യാപകരുണ്ട്, എച്ച്എംമാരുണ്ട്, ഇതൊക്കെ ഇവിടെ എത്തും. നിങ്ങളെല്ലാം വിലയേറിയിട്ടുള്ള അഭിപ്രായം ഉണ്ടാവണം. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുത്ത് അത് നമ്മുടെ പഞ്ചായത്തിന് പ്രഖ്യാപനം നടത്തുന്ന നിലയിലേക്ക് നമുക്ക് പോകണം. അങ്ങനെ വന്നാൽ മാത്രമേ എല്ലാ പഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും, ജില്ലാ പഞ്ചായത്തും ആ നിലയിൽ പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ സംസ്ഥാനം. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.